ലെമൺ കമ്പനിയിൽ ഇപ്പോൾ ഹീറോയിനൊക്കെ ഫിക്സ് ചെയ്തേക്കല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കാണേ. അപ്പോൾ എല്ലാ വർക്കേഴ്സും ഉണ്ട്, ലായോ ഉണ്ട്, പിന്നെ ലില്ലിയുണ്ട്. ലില്ലിയാണെന്ന് വെച്ചാൽ ഭയങ്കര വിഷമത്തിൽ ഭയങ്കര ഗൗരവത്തിലൊക്കെ ഇരിക്കും. അപ്പോൾ ലിയോയാണ് നമ്മുടെ നടി, അവളെയാണ് നമ്മളെ ഡ്രാമയ്ക്ക് സെലക്ട് ചെയ്തതെന്നൊക്കെ അല്ലേ എല്ലാ വർക്കേഴ്സിനോടും പറയുമ്പോൾ എല്ലാവരും ഇവള് ശരിക്കും പോപ്പുലർ ഒന്നും അല്ലല്ലോ എന്ന് പറയുന്ന ഇടലിലേക്ക് സന്തോഷമായിട്ട് അവൾ നേർന്നിരിക്കുമ്പോൾ തന്നെ പറയും, പക്ഷെ പോപ്പുലർ അല്ലെങ്കിലും ഇവൾ ആക്ടിങ് സൂപ്പറാണ്, ഇവൾ എന്തായാലും ഈ ഡ്രാമയ്ക്ക് ശേഷം നല്ലൊരു നടിയായിട്ട് മാറുന്നൊക്കെ ആ വർക്കർ പറയും. നീർന്നിരുന്നത് പിന്നെയും ചുരുക്കി പോകുന്നു. അപ്പോൾ ലില്ലി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ലേയുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ ലേ ആണെന്ന് വെച്ചാൽ അവിടെ ഒരു സ്ക്രീനിൽ ലിയോയുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവേ. അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് ലില്ലിക്ക് ഒന്നുകൂടെ കുശുമ്പാവുന്നു. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ലില്ലി നല്ല വിഷമത്തിലോ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി കൂടെ ലേ വരുന്നുണ്ട്. ലേ വന്നിട്ട് ലില്ലിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ എല്ലാ വർക്കേഴ്സും ഇവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പം ലില്ലിക്ക് ലേയാണ് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് ലില്ലി വേഗം അവൻ്റെ കൈ ആളുടെ മേത്തുനിന്നെടുത്ത് മാറ്റിയിട്ട് പറയാണ്, ഞാൻ ലിയോയെ അല്ല, എന്നെ ഒന്നും പിടിക്കാൻ നിൽക്കണ്ട, നീ നിൻ്റെ കൈ നിൻ്റെ അടുത്ത് തന്നെ വെച്ചോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ടില്ലേ, നമുക്കിന്ന് രാത്രി ഒന്നിച്ച് ഡിന്നർ കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി അതൊന്നും പറ്റില്ല, ഞാൻ ഭയങ്കര ബിസിയാണ്, എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ലില്ലി അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ എൻ്റെ മാനേജറില്ലേ അല്ല എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എന്താ അവൻ്റെ ഇടയിലുള്ള തല്ലെടുത്താണോ എന്ന് ചോദിക്കുമ്പോൾ ലേ പറയാണ്, ഒന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് എന്ന് പറഞ്ഞിട്ട് ആ മാനേജർ ചൂട്ടി പറഞ്ഞു കൊടുക്കാണ്, അവൾക്ക് ചെറിയൊരു കുശുമ്പ് വന്നതാ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഇപ്പോൾ കാണാനായിട്ട് എന്ന് പറയുമ്പോൾ മാനേജർ അന്തം വിട്ടിട്ടില്ല എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ക്യൂട്ട്. എനിക്ക് തോന്നുന്നതേ നീ ക്യൂട്ടെന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തെറ്റായിട്ടോ ധരിച്ചിരിക്കുകയെന്നാണ് തോന്നുന്നത്. ക്യൂട്ടാണോ ഈ പോയത്, ദേഷ്യപ്പെടുമ്പോൾ നിനക്ക് ക്യൂട്ടായിട്ടാണോ തോന്നുന്നതെന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തറിയാനാ, നീ പൊട്ടനല്ലേ, നീ ലവ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ലേ അവിടെ നിന്ന് നടന്നു പോകുന്നു. പിന്നെ സേനാണ് കാണിക്കുന്നത്. അത് നല്ല ഗെറ്റപ്പിൽ വന്ന് അവൻ്റെ ജെനീഫറില്ലേ, അതായത് ആ ഫെറാറി കാറ് അതിലൊക്കെ കയറിയിരുന്ന് അത് ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ ഓണാവുന്നില്ല, അതിൻ്റെ ബാറ്ററി പവർ എന്തോ പോയിന്നോ അങ്ങനെ എന്തോ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവന് ഒരു ക്യൂബർ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതിനാണെങ്കിൽ വെയിറ്റിംഗ് ആണ്. 125 പേരെങ്ങാണ്ട് ഈ ക്യൂബറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതൊക്കെ കഴിഞ്ഞിട്ടേ ഇവൻ്റെ അടുത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ അത്ര നേരം എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ വലിയൊരു ഡിസിഷൻ എടുത്തു. അതായത് ബസ്സിൽ പോകാമെന്ന് തീരുമാനിച്ചു. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമിൽ അവൻ ബസ്സിൽ കയറാൻ പോകുന്നു. അങ്ങനെ അവൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇത്ര റിച്ചായ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടും പോലും ഇല്ല ഇങ്ങനെ ബസ്സിൽ പോകേണ്ട വരുന്നൊക്കെ. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബസ് വന്ന് നിർത്തുന്നത്. അപ്പം എല്ലാവരും ബസ്സിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ടെങ്കിലും ഇവനിടയിൽ കൂടെ അങ്ങോട്ട് കയറി അങ്ങ് പോകുന്നു. നമ്മുടെ ബസ് പോലെ ഒന്നല്ല കേട്ടോ, കണ്ടക്ടറൊന്നും വരില്ലാന്നുകൊണ്ട് അവിടെ QR കോഡൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് സ്കാൻ ചെയ്ത് പേ ചെയ്യണം. അല്ല കയറുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ഒരാളുടെ പൈസ കൊടുക്കണം. ഇവൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അക്കൗണ്ടിൽ എന്തോ കുറച്ചെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവനക്ക് എങ്ങനെയാണ് ഇത് പേ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. QR കോഡ് സ്കാൻ ചെയ്യാനും ഒന്നിനും അറിയാണ്ട് അങ്ങനെ നിന്നിട്ട് ഇവ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രൈവറിനെ എന്തോ കാണിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇതെന്താ ചെയ്യേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്യൂവിന് മുന്നിൽ നിന്നിരുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ചെറിയ പയ്യൻ എന്തോട്ടേ ചെയ്യുന്നത്, ഇന്നത്തെ കാലത്ത് ഈ ചെറിയ പയ്യന്മാരൊക്കെ ബസ്സിൽ കയറോ, ഇവർക്ക് വലിയ വലിയ കാറൊക്കെ ഉണ്ടാവില്ലേ, ഇവരെന്തെങ്കിലും ബസ്സിൽ കയറാൻ വന്നിരിക്കുന്നതെന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പെറുപുറത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡിങ്ഡോങ് അവിടെ എവിടെന്നോ ഓടി വന്നിട്ട് അവളുടെ കയ്യിലുള്ള ഏതോ കാർഡ് യൂസ് ചെയ്തിട്ട് പേ ചെയ്യുന്നുണ്ട്. അവൾ 2 പ്രാവശ്യം അത് സ്വൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സാനോട് പറയാണ്, ഞാൻ എൻ്റെ കാർഡ് നിന്റെ ബില്ല് അടച്ചിട്ടുണ്ട്, കയറിക്കോ എന്ന് പറയുന്നു. എന്നിട്ട് ഡിങ്ടോങ് അവനെ മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്നു. സാൻ എവിടെ അപകടത്തിൽപ്പെട്ടാലും അപ്പം ഡിങ്ടോങ് ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ ഡിങ്ടോങ്ങിന്റെ പിന്നാലെ സാൻ നടന്നു പോയിട്ട് ആ 2 പേരും അങ്ങനെ നിൽക്കുകയാണ്. സാൻ ഇങ്ങനെ പെറുപുരാ പറയുന്നുണ്ട്, എൻ്റെ ശരിക്കും പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ അക്കൗണ്ടിലായാലും ഞാൻ ആദ്യമായിട്ടല്ല ബസ്സിലൊക്കെ കയറുന്നത്, എനിക്ക് അറിയുന്നില്ല ബസ്സിൽ എങ്ങനെയാ പേ ചെയ്യേണ്ടതെന്നൊന്നും, അതുകൊണ്ടാണ് എനിക്ക് അടയ്ക്കാനൊന്നും പറ്റാത്ത, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിച്ച് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡിങ്ടോങ് പറയാണ്, ഞാൻ അതിന് ചോദിച്ചില്ലല്ലോ, ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി, പിന്നെ നീ ഇങ്ങനെ വളവളായിട്ട് അടിക്കണ്ട, കാരണം എനിക്കിത് കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ ബസ് ബ്രേക്ക് പിടിക്കുമ്പോൾ സാർ നേരെ ചെന്ന് ഡിങ്ടോങ്ങിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് വേഗം നേരെ നിന്നിട്ട് ഡിങ്ടോങ്ങിനോട് സോറിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നു. ഇപ്പം തന്നെ അവൻ്റെ പകുതി ബോധം പോയി, കാരണം ഇതുവരെ ലവിൽ പെടൂല, ഇനി ആരും ലവ് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്ന ആളാ. ഇതുവരെ ഒരു പെണ്ണിനെ തൊടാത്ത, പിന്നെ ഒരു പെണ്ണിനോട് ലവ് ഒന്നും തോന്നാത്ത ഒരു ചെക്കനായിരുന്നു ഇവൻ. അങ്ങനെ പെട്ടെന്ന് ഒരു പെൺകുട്ടീനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇവനക്കൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതായിട്ട് അവൻ അങ്ങനെ മിണ്ടാണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഡ്രൈവർ 2ാമത്തെ ബ്രേക്ക് വിട്ട്. ഇപ്രാവശ്യം പക്ഷേ ഇത്തിരി സ്ട്രോങ് ആയി പോയിട്ടോ. വേറെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡിങ്ടോങ്ങിൻ്റെ വയറിൻ്റെ അവിടെ ഒരു കെട്ടുണ്ടായിരുന്നു, ഡ്രസ്സിൻ്റെ കെട്ട്. പെട്ടെന്ന് ഇവൻ വീഴാൻ പോയപ്പോൾ അത് പിടിച്ചിട്ട് വലിക്കുമ്പോൾ ഡിങ്ടോങ് നേരെ വന്ന് മുട്ടുന്നത് സാൻ്റെ ചുണ്ടിലേക്കാണ്. അതായത് സാനും ഡിങ്ടോങ്ങും ചുണ്ട് ഇപ്പം മുട്ടിയിരിക്കുകയാണ്, അതായത് ഇപ്പോൾ ലിപ് ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുണ്ട് അങ്ങനെ മുട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് ഡിങ്ടോങ് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. സാനാണെങ്കിൽ ബോധം പോയ മട്ടാണേ. അവനെ അവിടെ നിന്നിട്ട് എന്ത് പറയണമെന്ന് അറിയാണ്ട് തരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സ്റ്റോപ്പ് വന്നു.
വേഗം അവൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് സോറി എന്ന് വിളിച്ച് പറയുന്നുണ്ട്. അവൻ ഇപ്പൊ പോകുന്നത് അവന്റെ വീട്ടിൽ കാണേ. വീട്ടിൽ ഇവന്റെ അച്ഛനും അമ്മയും 40ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആന്ന് പറഞ്ഞിട്ട് അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ പെട്ടെന്ന് ഡോറൊക്കെ തുറന്ന് കയറി ചെല്ലുമ്പോൾ അവൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, നീ എന്തിപ്പോൾ ഇങ്ങോട്ട് വന്നേ? നീ തിരിച്ചു വന്നോ? ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടെ? പിന്നെ അല്പം മാനേഴ്സ് വേണ്ട അകത്തേക്ക് കയറി വരുമ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ അമ്മക്ക് അവനെ ഭയങ്കര കെയറിങ് ആണ്. ആ മോടി ചെന്നിട്ട് നീ നേരത്തെ വരണ്ടേ, എന്നാലല്ലേ സർവൻസിനോട് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിനക്ക് കഴിക്കാൻ ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ച് അമ്മ അവനെ ടച്ച് ചെയ്യും. പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ ബസ്സിത്തെ കാര്യമാണ്. ആ വേഗം ബോധം പോയ ലെവലിൽ അച്ഛനോടും അമ്മേനോടും ഹലോ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ റൂമിൽ പോയിരുന്നു. ഇങ്ങനെ ഡിഗ്ഡോഗിനെ കിസ് ചെയ്തത് ആലോചിച്ച് എന്നിട്ട് അവൻ കാലിൽ കൈ വെച്ച് ഇറുക്കിയിട്ട് ഇന്നേ വരെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ സ്നേഹിക്കൂല എന്ന് പറഞ്ഞാൽ ഞാനാ ഇപ്പോൾ ഒരു പെണ്ണിനെ പോയി കിസ് ചെയ്തേക്കുന്നു. എന്താടാ നീ ഇങ്ങനെ ചെയ്തേ? പക്ഷേ ഈ ഡിഗ്ഡോഗ് എപ്പോഴും എന്തിനാ എൻ്റെ അടുത്തേക്ക് വരണേ? അവളോട് എനിക്ക് എന്തോ ഇഷ്ടം തോന്നുന്ന പോലെ. അങ്ങനെയൊന്നും പാടില്ല. ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഞാൻ ഇന്നേ വരെ ഒരാളെ ലവ് ചെയ്യൂല. ആ ഡ്രൈവറാണ് എല്ലാത്തിനും കാരണം. ആ ഡ്രൈവർ ബ്രേക്ക് പിടിച്ച കാരണം എനിക്ക് അവളെ കിസ് ചെയ്യണം വന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം സേന അവൻ്റെ സീറ്റിൽ വന്നിരിക്കുകയാണ്. അവൻ്റെ സീറ്റിൻ്റെ തൊട്ടപ്പുറത്തല്ല ഡിങ്ഡോങ്ങിൻ്റെ സീറ്റ്. പക്ഷേ ഡിങ്ഡോങ് എപ്പോഴും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വർക്കർ വന്നിട്ട് സേനോട് ചോദിക്കാണ്, ഇന്നലെ എന്തായിരുന്നു പരിപാടി? ഇന്നലെ നിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നാളായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാർ ഞെട്ടിയിട്ട് അതെന്താ അങ്ങനെ പറഞ്ഞേ എന്ന് ഞെട്ടി ചോദിക്കും. ഇത്ര ഞെട്ടാനെന്താ? ഇന്നലെ നീ ഡാൻസ് പാർട്ടിക്ക് പോകാൻ നിന്നല്ലേ, പോയില്ല എന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ സാർ പറയാണ്, അതായിരുന്നോ, ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞ് അവൻ ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് ഡിങ്ഡോങ് അങ്ങോട്ട് വരുന്നത്. ഡിങ്ഡോങ്ങിനെ കാണുമ്പോൾ തന്നെ ഇവൻ ഡീസൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഡിങ്ഡോങ് ആണെങ്കിൽ അവളുടെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അവൾ വന്ന് അവളുടെ സീറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവനെ നോക്കുന്നേ ഇല്ല. പക്ഷേ അവളോട് മിണ്ടാനായിട്ട് ഞാൻ എന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും അവൾ അപ്പം തന്നെ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ആ തടിയനായ വർക്കറില്ല അയാളോട് എന്തോ ഒക്കെ പറയുന്നു. അപ്പോൾ സേന ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവൾ തിരിച്ചു വന്ന് ഇരുന്നിട്ടും ഇവൻ പറയുന്ന ഒന്നും കേൾക്കാതെ ഒന്നും നോക്കാതെ ഇരിക്കുന്ന കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വന്നിട്ട് കസാര തട്ടി നീക്കിയിട്ട് ഒരു വർക്കറിൻ്റെ സീറ്റ് ഒഴിഞ്ഞിറക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വർക്കറും വരുന്നുണ്ട്. അപ്പോൾ ആ വർക്കറിൻ്റെ സീറ്റിൽ ഇവൻ ഇരിക്കുന്ന കണ്ടിട്ട് ആ വർക്കർ, ഇത് എൻ്റെ സീറ്റല്ലേ, നീ എന്ന് ഇവിടെ കയറി ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാണ്, ഇത് ഇന്ന് മുതൽ എൻ്റെ സീറ്റാണ്, നീ വേണമെങ്കിൽ അവിടെ പോയി എന്ന് ഡിങ്ഡോങ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നു. അപ്പോൾ ആ വർക്കർ പറയണം, അത് പിന്നെ നമ്മൾ സീറ്റ് മാറുന്നുണ്ടെങ്കിലൊക്കെ അത് അഡ്മിനിസ്ട്രേറ്റീവിനെ അറിയിക്കണം, അല്ലാണ്ട് സീറ്റ് മാറാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആകെ വിഷമിച്ചിട്ട് ഈ കമ്പനിയുടെ ഒരു വൃത്തികെട്ട റൂള് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് എങ്ങോട്ടോ പോകുന്നു. പിന്നെ കാണിക്കുന്ന ലില്ലിനെയാണ്. ലില്ലി അവളുടെ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ കസാര തിരിഞ്ഞിരിക്കുന്നു. അവൾ ഫ്രണ്ടിൽ പോയി കസാരയെ നോക്കുമ്പോൾ അതിലതേ സേൻ ഇരിക്കുന്നു. അപ്പോൾ സേനോട് ലില്ലി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ കയറിയിരിക്കുന്നത് എൻ്റെ സീറ്റിൽ എന്ന് ചോദിക്കുമ്പോൾ, അതോ ഞാനേ ഈ കമ്പനിയുടെ CEO ആവാൻ പോണ ആളാണ്. ലെമൺ കമ്പനിയുടെ സക്സസിന് എന്നെ കാരണമാവാൻ പോകുന്ന ഞാനാണ്. അപ്പം ഞാൻ തീരുമാനിക്കും ഞാൻ എവിടെ ഇരിക്കണമെന്ന് എന്ന് പറയുമ്പോൾ ലില്ലി പറയാണ്, നീ തീരുമാനിച്ചോ നീ എവിടെ ഇരിക്കണമെന്ന്, പക്ഷെ വല്ല ടോയ്ലറ്റിലോ അല്ലെങ്കിൽ വല്ല സെക്യൂരിറ്റി ഓഫീസിലോ എങ്ങാനും പോയിരിക്കും. ഇത് എൻ്റെ സീറ്റാണ്, ഇവിടെ വന്ന് എന്തിനായിരിക്കുന്നത്, നിനക്ക് അവിടെ എങ്ങാനും പോയിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാൻ, ശരിയാ, പക്ഷെ ടോയ്ലറ്റിൽ ഭയങ്കര സ്മെല്ലാണ്, അവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ സെക്യൂരിറ്റി ഓഫീസിലാണെങ്കിൽ ഭയങ്കര ചൂടും അല്ലേ, അവിടെ ഇരിക്കാൻ പറ്റില്ല. നിൻ്റെ ഓഫീസിലാണെങ്കിൽ എന്ത് രസം ഇരിക്കാൻ, ഇവിടെ ചൂടും ഇല്ല ലൈറ്റും ഉണ്ട് സ്മെല്ലും ഇല്ല, നല്ല രസമല്ലേ എന്നൊക്കെ പറഞ്ഞ് തല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലേനെ കാണിക്കുന്നുണ്ട്. ലേ ആണെന്ന് വെച്ചാൽ ലില്ലി ഇതുവരെ മിണ്ടാത്തതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ്. ആ ഫോൺ എടുത്തിട്ട് ലില്ലിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നമുക്ക് ലഞ്ച് ഒരുമിച്ച് കഴിച്ചാലോ എന്നാണ് മെസ്സേജ് അയച്ചത്. പക്ഷേ ലില്ലി അതിന് റിപ്ലൈ തരുന്നത്, ഞാൻ ഓൾറെഡി എൻ്റെ ലഞ്ച് കഴിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും ലഞ്ച് കഴിക്കുന്നില്ല എന്നായിരുന്നു. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ലില്ലി പോകാനായിട്ട് ലിഫ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലേ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലേ ലില്ലിനോട് പറയാണ്, നീ പോകാൻ നിൽക്കണോ, വർക്ക് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി കഴിഞ്ഞു എന്ന് ഇത്തിരി ഗൗരവത്തോടെ പറയുന്നു. അത് കേട്ടിട്ട് ലേ പറയാണ്, ഞാൻ പോകുന്ന വഴിക്ക് നിന്നെ അവിടെ ഇറക്കിത്തരാം, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ, നീ പോകുന്നത് നോർത്തിക്കാ, എന്നെ കൊണ്ടുവന്നാക്കേണ്ട വെസ്റ്റിക്ക്, അങ്ങനെയാണെങ്കിൽ നീ പോണ വഴിക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന്, അതങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുമ്പോൾ ലേ പറയാണ്, അതൊന്നും സാരമില്ല, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ആവശ്യമൊന്നുമില്ല, ഞാൻ പൊക്കോണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ സിയോറാമ ലില്ലിനെ വിളിക്കുന്നുണ്ട്. ലില്ലിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ പോകുന്നില്ലേ, വേഗം വായോ, 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്ര എന്നൊക്കെ പറയുന്നു. അപ്പോൾ ലേ പെട്ടെന്ന് ചുമയ്ക്കുമ്പോൾ സിയോറാം ചോദിക്കുകയാണ്, ഇപ്പോഴും നിൻ്റെ ഇപ്പോൾ ലേ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഇത് വേറെ ആരോ അവനൊന്നും എൻ്റെ ഒപ്പം ഇല്ലാന്ന് ലില്ലി പറയുന്നു. എന്നിട്ട് ലില്ലി വേഗം ലിഫ്റ്റിൽ കയറി പോകാൻ പോകുമ്പോൾ ലേ അങ്ങോട്ടേക്ക് കയറാൻ പോകുമ്പോഴേക്കും ലില്ലി ലിഫ്റ്റ് ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ നോക്കിയിട്ട് അത് ക്ലോസ് ആയി പോകും. എന്നിട്ട് ലില്ലി ബൈസീറാൻ്റെ വീട്ടിലെത്തിയിട്ട് രാത്രിയായപ്പോൾ ലില്ലിയുടെ ഫോണിലേക്ക് ലാൻ്റെ ഒരു കോൾ വരുന്നുണ്ട്. ലില്ലി അത് അറ്റൻഡ് ചെയ്യുമ്പോൾ, ലില്ലി എനിക്ക് തീരെ വയ്യ, ഞാനിപ്പോൾ എന്ന് പറഞ്ഞിട്ട് നന്നായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ തൊണ്ടൊക്കെ കൊത്തിപ്പിടിച്ച് സൗണ്ടൊക്കെ മാറ്റിയിട്ടാണ് വർത്താനം പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേഗം ഫോണ് താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഹലോ ലില്ലി എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്യുന്നു. അതായത് എനിക്ക് എന്തോ ആവത്ത് പറ്റി
പറ്റി എന്ന രീതിയിൽ ലില്ലിനെ ധരിപ്പിക്കാനായിട്ട്. ലില്ലിക്കാണെങ്കിൽ അത് കേട്ടൊരു ഭയങ്കര ടെൻഷനായിട്ട് ലില്ലി അപ്പം തന്നെ ഓടി ലയൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ലയ ആണെങ്കിൽ അവിടെ കുറേ മദ്യക്കുപ്പിയൊക്കെ നിരത്തി വെച്ചിട്ടൊക്കെ ഓഫ് ചെയ്ത് അവിടെ നിലത്തങ്ങനെ വിഷമിച്ചിരിക്കുന്ന പോലെ എനിക്ക് അത് കണ്ടിട്ട് ലില്ലി ഓടി വന്നിട്ട് ലേ നിനക്ക് എന്താ പറ്റി, എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലേ വേഗം ലില്ലിനെ കെട്ടിപ്പിടിച്ചിട്ട് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ട് പൊട്ടി ലില്ലിയുടെ മനസ്സലിഞ്ഞു. അവൾ ശരിയാ, സോറിയില്ലേ, ഞാൻ പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ലേ പറയാണ് നിനക്ക് ഞാൻ ലിയോയിനായിട്ട് മിണ്ടുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ് നീ എന്തിനാ നിൻ്റെ കർഷീഫൊക്കെ അവൾക്ക് കൊടുത്തേ, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഡിന്നറൊക്കെ കഴിക്കാൻ പോയില്ലേ എന്നോടൊന്നും പറയാതെ എന്ന് പറയുമ്പോൾ ലേ പറയാണ് അയ്യോ അത് എൻ്റെ കർച്ചീഫല്ല, അത് മാനേജറുടെ കർച്ചീഫാണ്. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയത് ഞാനല്ല അവളെ വിളിച്ചത്, ഡയറക്റ്റ് വേങ്ങ അവളെ വിളിച്ചേ. ഞങ്ങൾ എല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് അവളെ വിളിച്ചിട്ടൊന്നുമില്ല, അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ലില്ലി അയ്യോ അതപ്പോൾ അവൻ്റെ കർച്ചീഫായിരുന്നു, ഞാൻ തെറ്റിദ്ധരിച്ചതാ, സോറി എന്നൊക്കെ പറയുന്നു. അത് കേട്ടിട്ടില്ല. കുഴപ്പമില്ല, എന്നാൽ നീ ഒരു കാര്യം ചെയ്യോ, നീ ഇന്ന് രാത്രി എൻ്റെ ഒപ്പം നിൽക്കോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ് അതൊന്നും ശരിയാവില്ല, ഫിയോറാമാന്ന് വെച്ചാൽ എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, എൻ്റെ മേലിൽ നല്ല കണ്ണാണ്, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നാലൊക്കെ അറിയാൻ പറ്റും, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അതല്ലേ ശരിയാ, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നോക്കണം, നീ പൊക്കോ എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞ് ലില്ലി ഇറങ്ങാൻ പോകുമ്പോൾ നീ പൊക്കോ, ഞാൻ തന്നെ നോക്കിക്കൊണ്ട് എൻ്റെ കാര്യങ്ങളെന്ന് ലേ പറയുന്നു. അത് കേട്ടിട്ട് ലില്ലി കുറച്ചൊന്ന് വിഷമിച്ച് നിന്നെങ്കിലും പിന്നെയും പോകാൻ പോകുന്നു. അതല്ലേ പിന്നെ അല്ലെങ്കിലും എൻ്റെ കാര്യം ഞാൻ തന്നെ ഒറ്റയ്ക്ക് നോക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ മദ്യക്കുപ്പൊക്കെ വേസ്റ്റ് പിന്നേക്ക് ഇടുമ്പോൾ ലില്ലിക്ക് വിഷമായിട്ട് എന്നാൽ പിന്നെ ഞാൻ ഒരു ദിവസം ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഇന്ന് രാത്രി എന്തായാലും ഇവിടെ നിൽക്കാം എന്ന് പറയുമ്പോൾ ലേ അവിടുന്ന് ഒരു കള്ള ചിരി ചിരിക്കുന്നു. ഇത് വെച്ചിട്ട് 11ാമത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു കേട്ടോ.